latest CD, new CD. Quick, fast.哎，帮我呀，快，也帮我！我天哪！ഞാൻ അങ്ങ് അതെ你这个蠢猪！你让我把工作和钱全丢了，现在让我怎么办？你别长眼睛，这么骑自行车。Why police coming?少说话！我所有的钱都在这包里面呢，现在让我怎么办？赶紧离我远点 Why angry? I love China. You fool! Hello. 让他休息半个小时，你让我跟到我去看一下别的病人。行了，我可以做的。他说的老先。好。കുറച്ചു നേരം ഇങ്ങനെ കിടന്നാ മതി ഒക്കെ ശരിയായിക്കോളൂ നിങ്ങൾ മലയാളിയാ? അതെ. ഗൾഫിൽ പകുതി നമ്മളെ ആൾക്കാരല്ലേ? എന്താ മോളുടെ പേര്? മായ. നാട്ടിൽ എവിടെയാ? കണ്ണൂരിനടുത്താ. ഞാൻ ചെമ്മണ്ണൂരാ. ആണോ? എന്റെ വീടും അതിനടുത്ത് തന്നെയാ. ചേർക്കരയിലെ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ബാലൻ എന്ന് പറയുന്ന ആളറിയോ? പിന്നെ എന്റെ അച്ഛനാ. ആണോ? ആ. വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബാലമാഷല്ലേ? അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. എന്താ കാര്യമേ മാർക്കറ്റിൽ നിന്റെ തലയിൽ ആരെങ്കിലും ബോംബിട്ടാ? ബോംബാ? ഇത് മിസൈലല്ലേ മിസൈല്. പച്ചക്കറിക്കും മീനിനൊക്കെ എന്താ വിലക്കയറ്റം. എങ്കിൽ യുദ്ധം കഴിയുന്നവരെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോയിക്കോളാം. വില കുറയൊന്നും എനിക്കൊന്ന് നോക്കണല്ലോ. മാമ നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളി. നടു അനക്കരുത്. ഡിസ്ക് ഇവിടുത്തെ പർച്ചേസും മാനേജ്മെന്റും ഞാൻ നോക്കി നടത്തി കണക്ക് കൃത്യമായിട്ട് വൈകുന്നേരം റൂമിൽ എത്തിക്കുമല്ലോ. ഞാനിവിടെ ഉണ്ടായിട്ട് തന്നെ പെട്ടി കാശ് കാണുന്നില്ല. ഇന്ന് മുതൽ ഞാനിവിടെ ഇല്ലാത്തപ്പോഴേ മൂന്നും കാശ് ഇരുന്നാ മതി. എനിക്കങ്ങനെ ഇരുന്ന് ശീലമില്ല. എങ്കിൽ ഇന്ന് മുതൽ അത് ശീലിക്കണം. എന്താ? ഇന്നലെ കേറി വന്ന ഏതോ ഒരുത്തൻ, അതും പടച്ചോനെ പേടിയില്ലാത്ത കാവറായ ഒരുത്തരത്തിനെ പണപ്പെട്ട് ഏൽപ്പിക്കണം. സ്വന്തം മോളിലെ പുയ്യാപ്പിള, അതും ഒന്നാം തരം കൗമ വീടുണ്ടായിട്ടും ഒരു നിലം വരില്ല. കൗമും കാഫറും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇത് രണ്ടും അല്ലാത്തൊരു ജാതിയുണ്ട്, മുനാഫിക്ക്. കപട വിശ്വാസി എന്ന് മലയാളത്തിൽ പറയും. മുകുന്ദൻ ഒരു ദൈവത്തിലും വിശ്വാസമില്ല. പക്ഷെ പടച്ചോനെ നിരക്കാത്തതൊന്നും ഓൻ ചെയ്യാറില്ല. മുകുന്ന ഇവിടെ വന്നിരിക്കെ, ഞാൻ ഒന്ന് പള്ളിയിൽ പോയിട്ട് വരാം. വാന്ന് ഇവിടെ ഇരിക്കേന്ന് അവിടെ ഇരി. ഞാനിപ്പോ വരാം. എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത് ഞാൻ, പണിസ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ടത് ഞാൻ. ആ എന്നോട് ഒരക്ഷരം പോലും പറയാതെ ഒരു ദിവസം എങ്ങോട്ടോ പോയി. എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിച്ചതറിയോ? എന്തിനിത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചു? എല്ലാം എനിക്ക് മനസ്സിലായി. കുഞ്ഞുണ്ണി മുതലാളിയുടെ തുകൽ ഫാക്ടറിക്കെതിരെ സമരം ചെയ്തതിന് ഇവിടെ വിളിച്ചു വരുത്തി പ്രതികാരം അല്ലേ?
ചൈനയിലോ ക്യൂബയിലോ പോവാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സമ്മതിച്ചില്ല. ദുബായിൽ നിറച്ച് പണം കായ്ക്കുന്ന പനയുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇത്രയും കാലം ഒരു പനയും ഞാൻ കണ്ടില്ല. ഇനി കരുടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പരിപാടി എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഏത് കുഞ്ഞുണ്ണി മുതലാളി? ലേബർ സപ്ലൈ ഉടമസ്ഥൻ കുഞ്ഞുണ്ണി മുതലാളി. അയാളുടെ തുകൽ ഫാക്ടറിയല്ലേ ഞങ്ങൾ സമരം ചെയ്ത് പൂട്ടിച്ചത്. അതെ, എനിക്ക് ഒരു കുഞ്ഞുണ്ണി മുതലാളിനെ അറിയില്ല, നാട്ടിലെ നിങ്ങളുടെ ഇഷ്യൂസും അറിയില്ല. മുകുന്ദൻ ആകെ കടത്തിലാണ്. എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണമെന്ന് അമ്മാവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ കല്ലിക്കണ്ടി ഹനീഫി ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു. അവനാ അത് ഏർപ്പാടാക്കിയത്. ഇനി വേറെന്തെങ്കിലും പണി വേണോ പറ, ഞാൻ ശരിയാക്കി തരാം. എനിക്ക് നിന്റെ പണിയും വേണ്ട, നിന്നെ കാണുകയും വേണ്ട. എന്ന് പറഞ്ഞാൽ മൂന്നേട്ടന്റെ കാര്യങ്ങൾ അമ്മാവൻ എന്നെയല്ലേ വിളിച്ചന്വേഷിക്കുന്നത്? ബാങ്കിലെ കുടിശ്ശിക തീർക്കണ്ടേ? മാസാമാസം നക്കാപ്പിച്ചയച്ച കടലിൽ കായം കലക്കണ പോലെ ആവുള്ളൂ. ആ, അമ്മാവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ എന്റെ കുറി ചേർക്കാന്ന്. അതാവുമ്പോ ഒന്നിച്ച് വലിയൊരു തുക അടയ്ക്കാലോ. അങ്ങനെ എനിക്ക് ചിട്ടി ചേരണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ അബ്ദുള്ള കാട് വയ്ക്ക്, അയാളുണ്ടല്ലോ എന്റെ ചിട്ടിയില്. വീട്ടിലെ ഞാൻ വയറർച്ചി തിന്നേം കുടിക്കുകയും ചെയ്തിട്ട് ഇപ്പോ കയ്യില് കാശ് തികയില്ലെന്ന. ഇത് ഇവിടെ വരുന്ന എല്ലാ അലവലാദികളുടെയും സ്ഥിരം തട്ടിപ്പാ.我把钱丢了，已经2天没吃东西了，过一段时间再给。 അയ്യോടാ, അവളുടെ കാശൊക്കെ പോയി. 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ബാക്കി കാശ് പിന്നെ കൊണ്ടുതരാന്നാ പറയണേ. ആ, അതാണോ കാര്യം? കരിമേ, ഇവളുടെ കാശ് ഞാൻ എന്റെ പറ്റിൽ എഴുതിക്കോളാം. ഇതാരും തന്റെ അമ്മാവന്റെ മോളാ. യു മണി ഐ ഗിവ്, ബട്ട് യു ചൈനീസ് ടേക്കിംഗ് കൊക്കക്കോള? നോ നോ. 钱你应该给我，变成现在这个样子都是因为你。 നിക്കട്ടോ നിക്കട്ടോ, ഞാൻ പറയട്ടെ. എന്താ അവൾ എന്നെ പറ്റി പറഞ്ഞത്? നിങ്ങൾ അവളെ ഈ ഗതിയിലാക്കിയെന്നാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് അത് ഒപ്പിച്ചോ? അയ്യോ, അത് അവളുടെ തെറ്റിദ്ധാരണയാണ്. നിനക്ക് ചൈനീസ് അറിയാല്ലേ? ഒന്ന് അവൾ വിളിച്ച് ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് അവളോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, പക്ഷെ എന്റെ ചിട്ടിയുടെ കാര്യം അതൊക്കെ ശരിയാക്കാം. നീ ചെന്ന് വിളിക്കടാ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തിരക്കായത് കൊണ്ട് ഇന്നോ നാളെയോ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കേ. ചൈനീസ് സഖാക്കൾ ഭക്ഷണം കഴിക്കുന്നത് പോലും വളരെ വിദഗ്ധമായിട്ടാണ്. ശരിയാ, ഭക്ഷണം ആദ്യമായിട്ട് കാണാൻ തോന്നുന്നുണ്ട്. നല്ല സ്പീഡ്. അത് പറയരുത്. സമയം ഒട്ടും പാഴാക്കാനില്ലാത്തത് കൊണ്ടാണ് ആ ധൃതി. അതെ. ആ അതെ, ഞാൻ ആ കുറി പുസ്തകം കൊണ്ടുവന്നുണ്ട്. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഒപ്പുവെച്ച എന്നാ പേന. ഓക്കേ, ഡൺ. ആ പ്രശ്നം തീർന്നല്ലോ. ഇനി നീ വിഷയത്തിലേക്ക് കിടക്ക്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. അതായത് ചൈനയിലെ കമ്മ്യൂണിസം എവിടം വരെ എത്തി? ഉടനെ തന്നെ അമേരിക്കയെ പിന്നിലാക്കൂ എന്ന് ചോദിക്കേ. ചോദിക്ക്. 转过下午5点的时候，美国几点？早上5点。 5 കൊല്ലം കൊണ്ട് പിന്നിലാക്കുന്നാണോ? ആ അതെ, 5 കൊല്ലം കൊണ്ട് ചൈന അമേരിക്കയെ പിന്നിലാക്കും എന്നാണ് പറഞ്ഞത്. ഈ വർഗീയ ശക്തികളെ തുരത്താൻ വേണ്ടി കേന്ദ്രത്തിൽ സെൻട്രൽ ഈ ആജന്മ ശത്രുക്കളായ കോൺഗ്രസിനെ ഞങ്ങൾ പുറത്തുനിന്ന് ഔട്ട്സൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് മാത്രം. അതുകൊണ്ട് ചൈനക്ക് ഞങ്ങളോട് പിണക്കമൊന്നുമില്ലല്ലോ. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഓ ആയിക്കോട്ടെ. 是的，我非常喜欢吃蠕虫，是干净的。蛇、蝎子、蚂蚁、蜈蚣，还有很多都非常好吃。 ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്താ പറഞ്ഞത്? അതായത് മലയാളി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അവക്ക് കാണാപ്പാടാ. സഖാക്കൾ AKG, EMS, കൃഷ്ണപിള്ള, നായനാര് ഇവരൊക്കെ ഇവളുടെ സ്വന്തം വീട്ടിലെ കാരണവന്മാരെ പോലെയാണെന്ന്. It is. You know അച്യുതാനന്ദൻ. Opposition. You know പിണറായി. ഈ എനിമീസ് വിചാരിക്കുന്നത് പോലെ അവര് തമ്മിൽ നോ പ്രോബ്ലം. ഗുഡ് ഫ്രണ്ട്സ്. നോ പ്രോബ്ലം. No problem, good friends. ഗുഡ് ഫ്രണ്ട്സ്.
എത്രയായി? 25. Get out! You cheat! Idiot! Trying to fool me? Sorry, madam. No rent, no room. Get lost. Go. What? No room? No cry. Come. ഇതൊരു ചൈനക്കാരിയാണ്. വാടക കൊടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്ന സ്ഥലത്തു നിന്ന് ഇറക്കി വിട്ടു. മായ വിചാരിച്ചാൽ ഇവൾക്കൊരു താമസ സ്ഥലം. മായയുടെ അച്ഛൻ ബാലന്മാഷ് വലത് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് റഷ്യയോടായിരിക്കും കൂടുതൽ ചായ്വ് എന്നറിയാം. എന്നാലും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് ഓർക്കണം. മുകുന്ദേട്ടനും ഈ ചൈനക്കാരിയും തമ്മിൽ എന്താ ബന്ധം? അത് പുരാതന കാലം മുതൽ ചൈനയും കേരളവുമായിട്ട് ബന്ധമുണ്ടല്ലോ. ചീനച്ചട്ടി, ചീനവല. അതുകൊണ്ടൊന്നുമില്ല, ഒന്ന് സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തൽക്കാലം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഈ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ. ആ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലമാഷ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ്, ഡോക്ടർ മായ, നോ പ്രോബ്ലം. പക്ഷേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വാടക ഇത്തിരി കൂടുതലാ. വാടക എത്രയായാലും ഞാൻ തരും. ആദ്യ കുട്ടിയെ സംഗതികൾ പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കൂ. വേറെ ആരുമില്ല ഇവൾക്ക്. 你去啊，什么名字？署名。别催出门，我给你找住的地方，没关系。Mugundan会付钱的。真的吗？真的吗？谢谢。അപ്പോ എല്ലാം പറഞ്ഞ പോലെ കടലാളില്ല. നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതല്ലേ മനുഷ്യ? മരുഭൂമിയിലെ ഊഷരമായ മണ്ണാങ്കട്ട ഇതുവരെ എഴുതി തീർന്നില്ല. ഇതേ ഒരു മത്സരത്തിന് അയക്കാനുള്ളതാ. കഴിഞ്ഞ കൊല്ലത്തെ അവാർഡ് കമ്മിറ്റിക്കാര് പാര വെച്ചതുകൊണ്ട് തലനാരഴയ്ക്കാ മിസ്സായത്. കയ്യെന്താ എങ്ങനെ വെച്ചിരിക്കുന്നത്? നെഞ്ചുവേദന ഉണ്ടോ? ഇല്ല. സൂക്ഷിക്കണം. കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോകാനെന്ന കുഞ്ഞിക്കാതറിന് ഇങ്ങനൊരു നെഞ്ചുവേദന വന്നത്. ഗ്യാസാന്ന് പറഞ്ഞ് നിസ്സാരാക്കി. പിറ്റേന്ന് എണീറ്റില്ല. പലതരത്തിലുള്ള വേദനകളുണ്ടല്ലോ. ഇത് വേറെയാ. ഇത് സുഖമുള്ളൊരു നെഞ്ചുവേദന. സഖാവേ, തിരശീല തിരി ഒന്ന് നീക്കിയേ. ആകാശത്തിന്റെ ചെറിയ കഷണമെങ്കിലും ഒന്ന് കാണട്ടെ.